ആഗമന കാലഘട്ടം വലിയ സ്നേഹം പങ്കുവയ്ക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. സ്കൂളുകളിലും കമ്മ്യൂണിറ്റികളിലുമൊക്കെ ക്രിസ്മസ് ഫ്രണ്ട്സും സമ്മാനം കൊടുക്കാനുള്ള ഒരുക്കങ്ങളുമൊക്കെ ആയിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓർക്കണം, ഒരു വലിയ സമ്മാനമാണ് ക്രിസ്മസ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ സ്നേഹിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനമാണ് ഈശോ. ഈ സമ്മാനം സ്നേഹമായ പിതാവായ ദൈവം നമുക്ക് തരുമ്പോൾ ആ സമ്മാനത്തെ സ്വീകരിക്കുവാനും അനേകം മക്കൾക്ക് ആ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം ജീവിതത്തിലൂടെ പകർത്തി കൊടുക്കുവാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ ക്രിസ്മസ് നാളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നൽകാം. വേദനിക്കുന്ന മക്കൾക്ക്, ഇല്ലാത്തവർക്ക്, കഷ്ടപ്പെടുന്ന മക്കൾക്ക് ഈശോയെ കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ വലിയ പ്രത്യേകതയായ സമ്മാനം കൊടുക്കൽ, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഈശോയെ സ്വീകരിച്ച്, ഈശോയെ സ്വന്തമാക്കി, ഈശോയെ അനേകം മക്കൾക്ക് കൊടുക്കാനുള്ള വലിയ ഒരു വിളി ഈ ആഗമന കാലഘട്ടത്തിൽ നമുക്കുണ്ട്. പിതാവായ ദൈവം നമുക്ക് നൽകിയത് ഏറ്റവും വലിയ ദാനമായ തൻ്റെ ഏകജാതനെ തന്നെയാണ്. ആ ഏകജാതനെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞ പോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനും മുറിയപ്പെടാനും മറ്റുള്ളവർക്കൊരു സമ്മാനമായി തീരുവാനുമുള്ള വിളി ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ക്രിസ്മസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ നമ്മെ തന്നെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടുള്ള സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഈ കാലഘട്ടം നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാക്കി മാറ്റാം, സ്നേഹത്തിൻ്റെ കാലഘട്ടമാക്കി മാറ്റാം, സന്തോഷത്തിൻ്റെ കാലഘട്ടമാക്കി മാറ്റാം. അതോടൊപ്പം തന്നെ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന സ്നേഹസമ്മാനമായ ഈശോയെ സ്വീകരിച്ച്, ഈശോയെ സ്വന്തമാക്കി, ഈശോയിൽ ലഭിക്കുന്ന രക്ഷ കൈവരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ.